നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ അവളെ കാണാൻ വേണ്ടി എന്റെ വീടിന്റെ മതിലേടി വന്നത് നീയാണ്. ഗോപാൽജിയുടെ മകനായതുകൊണ്ട് മാത്രം ഞാൻ ഇവനെ ഇവിടെ ജീവനോടെ എത്തിച്ചത്. പക്ഷേ ഇനി മേലാൽ ഇവനിത് ആവർത്തിച്ചാൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഇവന്റെ ബോഡി ആയിരിക്കും. വയസ്സാം കാലത്ത് അച്ഛന് കൊള്ളി വെക്കാൻ പോലും ഗുണമില്ലാത്തൊരു ജന്മമായി മാറരുത്. നീ ആരുടെ വീട്ടിൽ നിന്നാ സംസാരിക്കുന്നെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അച്ഛന്റെ മുന്നിൽ വെച്ച് നീ ഇവനെ തല്ലുവോ? അതൊന്ന് കാണണമല്ലോ. ന്യായം എന്റെ ഭാഗത്താണെങ്കിൽ എതിരെ ആരാണ് നിൽക്കുന്നതെന്ന് ഞാൻ നോക്കാറില്ല. നിനക്കെപ്പോഴും നീതി ന്യായത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നാണമില്ലേ? എന്നെ ആക്സിഡന്റ് കേസിൽ അകത്താക്കുമെന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വാശിയിൽ അന്വേഷണം നടത്തിയതല്ലേ? എന്നിട്ട് എന്തായി? ഞാൻ കൈയും വീശങ്ങി ഇറങ്ങി പോയില്ലേ? ഇറങ്ങിയതുപോലെ തന്നെ കയ്യിൽ വിലങ്ങു അണിഞ്ഞ് അകത്തേക്ക് കയറാനും അധിക സമയമൊന്നും വേണ്ട. മഞ്ജു നിന്നെ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമെന്ന് ആ കുട്ടിയുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. അതെന്ത് വില കൊടുത്തു അവള് പാലിക്കും. ഇനി അങ്ങോട്ട് എപ്പോഴായിരിക്കും അറസ്റ്റ് വരിക എന്ന് പേടിച്ച് ജീവിക്കാനായിരിക്കും നിന്റെ വിധി. എനിക്ക് ഗോപാൽജിയോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ മക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ട നാട്ടുകാര് വന്ന് ഇടയ്ക്ക് തല്ലിയെന്നൊക്കെ വരും. നാട്ടുകാര് കൈവയ്ക്കുന്നതിലും നല്ലത് മക്കളെ സ്വയം തല്ലി നല്ല വഴിക്ക് കൊണ്ടുവരുന്നത്. പോട്ടെ ഗോപാൽജി. നീയും സ്വപ്നയും തമ്മിലുള്ള ഇടപാടൊക്കെ തീർക്കാൻ നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ? അതെ. പിന്നെ എന്തിനു വേണ്ടിയാ നീ വീണ്ടും അവളെ കാണാൻ പോയത്? അതും ഈ പാതിരാത്രി കിരീട വീടിന്റെ മതിലും ചാടി.